ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അത്തരത്തിലുള്ള ശ്രീമന്നാരായണീയത്തെയാണ് നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 119 ദിവസം. ഇന്നൊരു പുതിയ ദശകം ആരംഭിക്കുകയാണ്. 12ാമത്തെ ദശകത്തോടുകൂടി അതിൽ ആദ്യത്തെ ശ്ലോകം പതിവ് പോലെ നാം ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, വീണ്ടും ശ്ലോകം ചൊല്ലി ശ്രീഹരിയ പരിഭാഷ പാടി നമുക്ക് സമർപ്പിക്കാം. അറിവുള്ള പോലെ 12ാമത്തെ ദശകം വരാഹാവതാരത്തെയാണ് വർണ്ണിക്കുന്നത്. അതിൽ 3ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാന്റെ അവതാരം. അതിൽ ആദ്യത്തെ ശ്ലോകം ഇപ്പോൾ നാം അനുസ്മരിക്കുന്നു. സ്വായംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപ ശരണം ഭവദംഘ്രിസേവാതുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. അഥോ ജനസർഗശീലഃ സ്വായംഭുവ മനു. അധോ അനന്തരം, അഥ പ്രജകളെ സൃഷ്ടിക്കുന്ന സ്വയംഭൂമനു. മഹീം അസമയേ സലിലേ നിമഗ്നാം ദൃഷ്ട. ഭൂമിയെ അസമയത്ത് അനവസരത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയതായിട്ട് കണ്ടെത്തിയിട്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ ഭൂമി വെള്ളത്തിനടിയിലാവും, അല്ലേ, പ്രളയമുണ്ടാവുന്ന സമയത്ത്. ഇവിടെ അങ്ങനെയല്ല, അനവസരത്തിൽ. മുനിജനൈ സഹ സത്യലോകേ സ്ഥിതം. അത് സ്ഥിതം എന്നുള്ളത് അതിന് ഉൾപ്പെടുത്തിയേക്കാണ്.
മഹർഷിമാരോടുകൂടി സത്യലോകത്തിൽ വാണരുളുന്ന ഭവദംഘ്രിസേവാ തുഷ്ടാശയം സ്രഷ്ടാരം ശരണമാവ. അവിടുത്തെ പാദാരവിന്ദങ്ങളെ, ഭവദംഘ്രിസേവാ തുഷ്ടാശയം, അതുകൊണ്ട് മനസ്സ് നിറഞ്ഞ സന്തുഷ്ടഹൃദയനായിരിക്കുന്ന സ്രഷ്ടാരം ശരണം മാവ, ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. അപ്പോ ജനസർഗശീല, താൻ സൃഷ്ടിച്ചവർക്ക് ആശ്രയമില്ല എന്ന് വന്നാൽ തൻ്റെ സ്വന്തം മക്കളാണ്. അപ്പൊ ബ്രഹ്മാവിന് അങ്ങനെയാണ്, ഭവദംഘ്രിസേവാ തുഷ്ടാശയം, സന്തുഷ്ടനായ പ്രഭുവിനെ ശരണം പ്രാപിച്ചു, അതുകൊണ്ട് സന്തോഷം. ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് പ്രജാരക്ഷണത്തിനൊരു മാർഗം ഉണ്ടാവണത്. അപ്പൊ ബ്രഹ്മാവിന് അങ്ങനെയാണ് അത് സാധിക്കുക. ഇവിടെ ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ ആദ്യം നമ്മൾ കാണുന്നത് വരാഹാവതാരം. അതിനുശേഷം ഹിരണ്യാക്ഷനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഹിരണ്യാക്ഷന്റെ കഥ പറയുന്നത്. ഇവിടെ വരാഹാവതാര കഥ 12, 13 എന്നീ ദശകങ്ങളിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഇവിടെ ഭഗവത് സ്തുതി ഉണ്ട്, ഋഷീശ്വരന്മാരുടെ സ്തുതി നമുക്ക് കാണാൻ സാധിക്കും. വരാഹസ്തുതി 13-ാമത്തെ അധ്യായത്തിൽ ഭാഗവതത്തില് 3-ാമത്തെ സ്കന്ധത്തില്. അത് ഇവിടെ ഹിരണ്യാക്ഷവധം കഴിഞ്ഞതിന് ശേഷം ഒരു സ്തുതിയാക്കി കാവ്യ ഔചിത്യം നാരായണീയ കർത്താവ് പട്ടേരിപ്പാട് കാണിക്കുന്നു. നേരത്തെ ഹിരണ്യാക്ഷന്റെ കഥ 11-ാമത്തെ ദശകത്തിലും പറഞ്ഞു എന്ന് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഭൂമി വെള്ളത്തിലാടിയിലായതുകൊണ്ട് വിഷമിക്കുന്ന സ്വയംഭൂമനു വേദസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ അടുത്ത് തൻ്റെ വേദന പങ്കുവയ്ക്കുന്നു, സങ്കടം അറിയിക്കുന്നു. ആ ഭാഗമാണ് നമ്മളിനി നാളെ 2-ാമത്തെ ശ്ലോകമായിട്ട് അനുസ്മരിക്കുക. മറ്റന്നാൾ ഭഗവാന്റെ വരാഹാവതാര രംഗം ഓർമ്മിപ്പിക്കുന്ന ശ്ലോകം. ഒരിക്കൽ കൂടി ഇന്നത്തെ 12-ാമത്തെ ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ ശ്രീഹരീയ പരിഭാഷ. സ്വായംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. ശ്രീഹരിയം. നാരായണ 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 രാധാഗോവിന്ദ നാരായണ നാരായണ വരാഹമൂർത്തേ. ഭൂമിദേവി വെള്ളത്തിങ്കൽ മുങ്ങിപ്പോയതറിഞ്ഞിട്ടു സ്വയംഭുവമനു വേറെ ദുഃഖിതനായി. മാമുനിമാർക്കൊപ്പം കൂടി സത്യലോകത്തിങ്കലെത്തി ബ്രഹ്മദേവ പാദങ്ങളിൽ ശരണം തേടി. നാരായണ 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 വരാഹമൂർത്തേ. നാരായണ നാരായണ സൂകരമൂർത്തേ. നാരായണ നാരായണ പാവനകീർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.